ഉദ്യോഗസ്ഥ അനാസ്ഥയെ തുടർന്നുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ ദുരിതം പേറി മലപ്പുറം താനൂർ മുക്കോലയിലെ ജനങ്ങൾ 3 ദിവസമായി ഈ പ്രദേശത്തെ വീടുകൾ വെള്ളക്കെട്ടില. നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് വിവരം. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് കടന്നിയെല്ലാം. കുട്ടനാട്ടിലെ ഒരു വീടിന് മുന്നിലല്ല ഞാൻ നിൽക്കുന്നത്. ഇത് മഴ പെയ്തുണ്ടായ വെള്ളക്കെട്ടുമല്ല. അധികാരികളുടെ അനാസ്ഥ മൂലം കൃത്രിമമായി രൂപപ്പെട്ട വെള്ളക്കെട്ട് ഈ പ്രദേശത്തുകാരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പില്ലാതെ കടലുണ്ടിപ്പുഴയിലെ ചെക്ക് ഡാമുകൾ തുറന്നതാണ് മഴയെത്തും മുൻപേ പ്രദേശത്തേക്ക് വെള്ളം കയറാൻ കാരണം. ചിറക്കൽ, പുന്നൂക്ക, മുക്കോല പ്രദേശങ്ങളിലായി 70ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. ഞങ്ങൾ മുറ്റത്തറ്റം വെള്ളമാണ്. ഞങ്ങൾക്ക് പോകാനും വരാനും നാക്കാലികളും ആൾക്കാരും ഒക്കെ ഞങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും. ഞങ്ങൾക്ക് സാധനം വാങ്ങിക്കൊണ്ടുവരാൻ ഒന്നിനും പറ്റൂല, ഇങ്ങോട്ടൊന്നും പോകാനും പറ്റൂല. ഭയങ്കര പാടാണ്. മഴ പെയ്യാതെ വന്ന വെള്ളമായതുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും വീട്ടിലേക്ക് എത്തിയിട്ടില്ല. സാധാരണ ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസം നിൽക്കലുള്ളൂ. അപ്പോഴേക്ക് കെട്ടുപൊട്ടിക്കും. പിന്നെ ഇവിടെ അങ്ങനെ മഴ പെയ്യാത്തതുകൊണ്ടേ കെട്ടുപൊട്ടിക്കാൻ പ്രയാസം. അഴിമുഖത്തെ അഴിമുറിച്ചെങ്കിൽ മാത്രമേ ഇനി പ്രദേശത്തെ വെള്ളമിറങ്ങൂ. അതുവരെ തുടരും പ്രദേശവാസികളുടെ ഈ ദുരിതം. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വെള്ളക്കെട്ടാണിത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിന് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതൊക്കെ ഫ്രണ്ട് ഭാഗങ്ങൾ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ വീടിന് അകത്തേക്ക് വെള്ളം കയറുന്നുള്ളൂ. പക്ഷേ കുറച്ചും കൂടി ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിനകത്ത് മുഴുവൻ വെള്ളമായിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ പുഴകളുടെ ആഴം കൂട്ടി ഭിത്തികൾ ഉയർത്തണം. എന്നാലേ മുക്കോല നിവാസികൾ വർഷങ്ങളായി പേറുന്ന ഈ ദുരിതത്തിന് ഒരു അറുതിയാകൂ. ഈ വെള്ളം നീന്തി കടന്നു വേണം ഇവിടെയുള്ള കുട്ടികൾ സ്കൂളിലേക്കെത്താൻ. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യം. വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. ഈ അനാസ്ഥയ്ക്ക് അധികാരികൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ. മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.